ഒലീവ് ഓയിൽ കൊണ്ട് വൈൻ ഉണ്ടാക്കാന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. ഒലീവ് ഓയിലും ഹണിയും കൊണ്ട് ഭയങ്കര സംഭവം കേട്ടോ ഇത്. അല്ല മലയൊക്കെ ഇങ്ങനെ കാണാം, നല്ല വെളിച്ചം ഇങ്ങനെ അടിച്ച്. ഇതിപ്പോൾ വൈകുന്നേരമായി ഇങ്ങനെ സൂര്യൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മളെ മെട്രോപോൾ ഹോട്ടലിൽ നിന്നുള്ള ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഈ സ്ട്രീറ്റിൽ തന്നെ നമ്മൾ പെശന്ന് നിൽക്കുമ്പോഴാ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. അവിടെ കയറിയപ്പോൾ മസാല ദോശയ്ക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഒരു പ്രശ്നമില്ല, 20 മിനിറ്റ് വേണം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഒമഡോസ് വില്ലേജിൻ്റെ അടുത്തുള്ള ഒലിയാസ്ട്രോ ഒലീവ് പാർക്കിലായിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മളെ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡീടൂറും കൊണ്ട് നമ്മൾ വേറൊരു ഒലീവ് ഫാമിൽ പോയി, അത്രേ ഉള്ളൂ. ഇത് ബയോ ഒലീവ് ഫാം. ഇത് നമ്മുടെ ലെഫ്കാര വില്ലേജിൻ്റെ അടുത്താണ് ബയോ ഒലീവ് ഫാം എന്ന് പറഞ്ഞിട്ട്. ഇത് ഒലീവ ടെറ ബയോ ഒലീവ് ഫാമാണ്. ഇവിടെ 800 വർഷം മുന്നത്തെ ഒലീവ് ട്രീ ഉണ്ടെന്ന് പറയുന്നത്. അവരത് പനോരമിക് ബ്രിഡ്ജ്, ബയോ ഒലീവ് പ്രൊഡക്ട്സ്, ടെസ്റ്റിംഗ് ആൻഡ് ബൈ അങ്ങനെയൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എൻട്രൻസ് കൊള്ളാം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് നമുക്ക് ഫ്രീ എൻട്രൻസ്, ഫോട്ടോ എടുക്കാം, ട്രൈ ചെയ്യാം, വാങ്ങാം, പഠിക്കാം, ചാറ്റ് ചെയ്യാം, നടക്കാം. എന്നാൽ പിന്നെ എല്ലാം ചെയ്തിട്ട് വരാം. എല്ലാം നമുക്ക് പറ്റിയ സംഭവമാണ്. നല്ല കാറ്റും ഉണ്ട്. നോക്കിയേ, ഇതൊക്കെ പഴയ ഒലീവ് ട്രീ ഉണ്ടോ? ഒലീവ് ഫാമിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ്. ടെറ ഒലീവ ഒലീവ് ഫാം. ഞാൻ താഴോട്ട് ഇറങ്ങി പോകണം. ഇങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലേ ആക്കി വെച്ചിട്ട്. ഇത് കൊള്ളാടേ. പക്ഷേ അകത്തോട് നടക്കണം തോന്നുന്നല്ലേ. അങ്ങനെയൊക്കെ കയറാൻ പറ്റുമായിരിക്കും. അത് അങ്ങനെ കയറി അതിലൂടെ അങ്ങനെ കയറി വരണം. മനസ്സിലായില്ലേ? ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തണം. ഹലോ. യെസ്, താങ്ക് യു. യെസ്, ഫസ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു. This olive tree is 800 years. Okay. And because it's very old, it's protected by the government. Okay. Yeah. And every September, October, all the olive trees, they make green olives. Okay. November, December, the same olives, if we wait, they change color to black. It's not different trees to make green and black olives. The only difference between olives is the time we pick them from the tree. Okay. For example, here we have about 15 different types of olives. For all the types, we choose which types we want to wait until November when they change color to black, and after we pick them. And the other, we pick them in September, October when it's green. Okay. But all the types, first is green and all they can be in black if they stay on the tree. ഇവിടെ വന്ന സമയത്ത് ഡയറക്റ്റ് അവർ അല്ലേ, വേറെ ഇതൊന്നുമില്ല, അവർ ഡയറക്റ്റ് ഒരു ഗൈഡ് പോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഓണറോ കാര്യങ്ങളോ ആണ്. പുള്ളി തന്നെ എല്ലാ കാര്യങ്ങളും ഒലീവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അതായത് ഗ്രീൻ ഒലീവും ബ്ലാക്ക് ഒലീവും ഒക്കെ ഒരൊറ്റ മരത്തിൽ തന്നെ ഉണ്ടാകുന്നത്. അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നിറം മാറുന്നത്. അപ്പോൾ ഗ്രീൻ ഒലീവ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ ഹാർവെസ്റ്റ് ചെയ്യും. നവംബർ ഡിസംബറിലൊക്കെ ആവുന്ന സമയത്ത് ബ്ലാക്ക് ഒലീവ് ആവും, അത് ഹാർവെസ്റ്റ് ചെയ്യും. ഗ്രീൻ ഒലീവാണ് ഏറ്റവും കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിൻ്റെ കൂടുതൽ ഗുണം ഗ്രീൻ ഒലീവിലാണ്. ബ്ലാക്ക് ഒലീവ് ആവുന്ന സമയത്ത് ഗുണമില്ല എന്നല്ല, കുറച്ച് ഗുണം കുറയും. ഏകദേശം 15 കിലോ ഒലീവ് വേണം 1 ലിറ്റർ ഗ്രീൻ ഒലീവിൻ്റെ ഒലീവ് ഓയിലാക്കാൻ. പക്ഷേ ബ്ലാക്ക് ഒലീവ് ആണെങ്കിൽ വെറും 4 ലിറ്റർ മതി. അതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മരം എന്ന് പറയുന്നത് 800 വർഷം പഴക്കമുള്ളൊരു ഒലീവ് ട്രീ ആണ്. ഇത് ഇപ്പോഴും ഒലീവ് ആക്കുന്നുണ്ട്. ഇതിപ്പം അവർ ഹാർവെസ്റ്റ് ചെയ്ത് എല്ലാം എടുത്തുകൊണ്ടാണ്. കാണുന്നില്ലേ ഇവിടെ അതാ ഇപ്പോഴും ഒലീവ് ഉണ്ട്. പക്ഷേ ഇവർ ഹാർവെസ്റ്റ് ചെയ്തു, ഈ മരത്തിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇതിൽ അധികം ഒലീവ് ഇല്ലാത്തത്. ഈ ഒരു മരം എന്ന് പറയുന്നത് 800 വർഷമായി 1000 വർഷം വരെയൊക്കെ ഒരു ഒലീവ് ട്രീയിൽ ഒലീവ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ മരമുത്തശ്ശനാണ് ഈ സാധനം. അതുപോലെ എവരി 2 വർഷം കൂടുമ്പോഴാണ് ഹാർവെസ്റ്റ്. ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം റെസ്റ്റ് ആണ്, ഉണ്ടാവില്ല. ആ ഒലീവ് ട്രീയിൽ ഒലീവ് ഉണ്ടാവില്ല. അങ്ങനെ അത്രയും വർഷം പഴകുന്ന സമയത്ത് ഒലീവ് ട്രീ ഇങ്ങനെ സ്പ്ലിറ്റായി വരുന്ന പറഞ്ഞു. ഇങ്ങനെ വലുതായി സ്പ്ലിറ്റായി വരും. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളോട്ട് കയറി നിൽക്കുന്ന ടൈപ്പിലൊക്കെ ഇങ്ങനെ ഒരു ഇതാക്കി. ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം ഒലീവ് ട്രീൻ്റെ ഉള്ളിൽ നിന്നിട്ട്. ഇത് കൊള്ളാം അല്ലേ? ഇത് സൂപ്പർ, അടിപൊളി. ചെറിയ സ്റ്റേജ് മുതൽ. അതെ, ഇത് അധികം പ്രായമില്ലാത്ത ഒലീവാണ്. ഈ ഒലീവ് ട്രീയിൽ ഒരുപാട് ഒലീവ്സ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതാ ഇവിടെ ഗ്രീൻ ഒലീവ് കൂടെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഒലീവും ഗ്രീൻ ഒലീവ് ഈ മരത്തിൽ തന്നെ ഉണ്ട്. ആ മരമുത്തശ്ശൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. ഇവിടെ പൊമഗ്രനേറ്റ് മരം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റിസോർട്ട് പോലെയാണോ? ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ താമസമൊക്കെ റെഡിയാക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ടൂറിസ്റ്റ് സീസണിൽ. ഇത് ഒലീവ് തന്നെ, ഇത് ചെറിയ ഒലീവ് അല്ലേ, കുഞ്ഞൊലീവ്. ബ്രോഡ് വാക്കിലേക്കാണ് ഇത് കൊള്ളാലോ അല്ലേ? ഇവിടെ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ളൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ, മരം കൊണ്ട് കെട്ടി വെച്ചത്. ഇത് അടിപൊളി, സൂപ്പർ. നമ്മൾ എന്തായാലും എന്താ പറയുക, നമുക്കൊരു ഡീറ്റൂർ എടുക്കേണ്ടി വന്നതുകൊണ്ട്, പണി കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥലത്തോട്ട് എത്താൻ പറ്റി. ഞാനിതങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറിയിട്ട്
വ്യൂ പോയിന്റിലോട്ട് പോട്ടെ. നമ്മളിത് കയറുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലം ഓർമ്മ വരുന്നുണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളെ ഇത് മറ്റേ ഒക്കാട്സി കാനിയൻ. യെസ്, നമ്മൾ ജോർജിയയിൽ ഒക്കാട്സി കാനിയൻ ഇതുപോലെ ഇങ്ങനെ, അത് മരത്തിൻ്റെ അല്ലായിരുന്നു, അത് ഇരുമ്പോണ്ടുള്ള വഴിയായിരുന്നു. അതുവഴി നടന്നു പോയിട്ട് നമ്മൾ ഒരു ഇങ്ങനെ ഒക്കാട്സി കാനിയനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ, സൂപ്പർ. ഇത് കംപ്ലീറ്റ് ഇതൊക്കെ ഒലീവ് ട്രീ ആണ്. ഇതാ കാണുന്നില്ലേ, ഇതാ ഒലീവ്, ഇതാ അതിനുള്ളിൽ. വാവ്, നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിൽ നമുക്ക് ഒലീവ് ട്രീ നേരിട്ട് കണ്ട് അതെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അടിപൊളി, സൂപ്പർ. ഇത് നോക്കിയേ, ഇത് ഫുൾ ഒലീവാ. നോക്ക്, ഇത് ഒലീവ് തന്നെടേ. ഷോ, നോക്ക്, ചെറിയ ഒലീവ്. വാവ്, അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇതിവിടെ ഫ്രീ എൻട്രി ആണ്, അതല്ലേ? ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അവർ ഫ്രീ എൻട്രി ആണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഫോട്ടോ ഒക്കെ എത്ര വേണമെങ്കിൽ എടുക്കാം, അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് വാങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രശ്നമല്ല. അത്രയും നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. ഇതാ വലിയൊരു പൈൻ മരമുണ്ട്, അതിലിതാ പൈൻ ട്രീയിൽ ഫുള്ള് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട, അതിൻ്റെ കായൊക്കെ, പൈൻ്റെ കായൊക്കെ അതാ. ഈ ഏരിയ മുഴുവൻ അത് മുഴുവൻ ഒലീവ് ട്രീ ആണ്. ഈ കാണുന്ന മുഴുവൻ ഒലീവ് ട്രീയാ. വാവ്, അടിപൊളി. ഇങ്ങനെ 6-7 മിനിറ്റ് നടക്കാനുണ്ടെന്നാ പറഞ്ഞത്. അതെയാ, അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇത് ഫുള്ള് ഇതൊക്കെ ഇങ്ങനെ ഒലീവ് നട്ട് വളർത്തിയിട്ടുള്ളത്. ഇതെന്തായാലും വെർത്ത് വിസിറ്റാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലെഫ്കാര വില്ലേജും ഈ ഒരു ഒലീവ് ഫാമും നിങ്ങൾ തീർച്ചയായും വരേണ്ടതാണ്. ഇത് അടുത്താണ് ആക്ച്വലി. നിക്കോഷ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാപിറ്റലിൻ്റെ അടുത്താണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇറങ്ങുന്ന എയർപോർട്ട് പറയുന്നത് ലർണാക്കിയാണ്. അവിടെ നിന്ന് അടുത്താണ്, 10-30 കിലോമീറ്ററേ ഉള്ളൂ. സൈപ്രസ് എന്ന് പറയുന്നത് തന്നെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് എത്താൻ വേണ്ടി മാക്സിമം പോയി 2-2.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നേ ഉള്ളൂ. അത്രയും ചെറിയ കൺട്രിയാണ്. പക്ഷേ ഒരുപാട് കാണാനുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്തു. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ ഒരുപാട് സ്കിപ്പ് ചെയ്തു, കാരണം നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല. അല്ല, മലയൊക്കെ ഇങ്ങനെ കാണാം, നല്ല വെളിച്ചം ഇങ്ങനെ അടിച്ച്. ഇതിപ്പോൾ വൈകുന്നേരമായി, ഇങ്ങനെ സൂര്യൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചുവന്ന കായിട്ട്, ഒലീവിൻ്റെ ഇടയിൽ ഒരു ചുവന്ന കായുള്ളൊരു ട്രീ കാണുന്നത്. അതിന് ഈസ്റ്റേൺ സ്ട്രോബെറി ട്രീ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ കിട്ടില്ല ഫോട്ടോ വീഡിയോ എടുക്കേണ്ട സ്ഥലമാണ് കേട്ടോ. വൈകുന്നേരം വരണം, അടിപൊളി ഫോട്ടോ വീഡിയോ എടുക്കാം. ഇനി നമുക്ക് അവിടെ ഷോപ്പിലോട്ട് പോകാം, ഒലീവ് ഓയിൽ ടേസ്റ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു സോണി ഷോപ്പ് പോലും കൂടെ ആണല്ലേ. വാവ്, ഇങ്ങനെയാണ് കേട്ടോ. കയറുമ്പോൾ തന്നെ ഓയിലിൻ്റെ ഒരു മണമുണ്ട്. ഇത് ഒരു വൈനാണ് കേട്ടോ. ഇത് ഒലീവ് ഓയിലും ഹണിയും കൊണ്ട് ഉണ്ടാക്കിയ വൈനാണ്. അടിപൊളി അല്ലേ? ഇത് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒലീവ് ഓയിൽ കൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേൾഡ് 2016 അവാർഡൊക്കെ കിട്ടിയ സംഭവമാണ്. വൈൻ അവാർഡ് ഇൻ്റർനാഷണൽ കിട്ടി. ഇവർ സ്പെഷ്യലി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒലീവ് ഓയിൽ കൊണ്ട് വൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒലീവ് ഓയിലും ഹണിയും കൊണ്ട് ഭയങ്കര സംഭവം കേട്ടോ. ഇത് നോർമൽ വൈനാണ്, ഇത് വെരി സ്ട്രോങ് ആണ്. ഒലീവ് ഓയിൽ ഉണ്ടല്ല വൈന്, ഇത് ഒലീവ് ഓയിൽ ഉണ്ടാക്കിയ സോപ്പ്, എല്ലാം ഒലീവ് ഓയിലിൻ്റെ പരിപാടിയാണ് ഇവിടെ. ഒലീവ് ഓയിൽ അല്ലാത്ത ഇങ്ങനെ ഈ തുണികൾ മാത്രം. ഈ ലേസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും നിരത്തി വെച്ചത്. ഇത് ഒലീവ് ഒഴിച്ചു വെക്കാനും അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണുന്നില്ലേ, ഒലീവ് പ്രസ്, ഒലീവ് ഓയിൽ വെക്കാനുള്ള സംഭവങ്ങൾ. അതുപോലെ ഇവിടെയുള്ള ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമേസിങ് ആൾക്കാരല്ലേ. അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക, നിങ്ങൾ കഴിച്ച് നോക്ക്, നിങ്ങൾ വെറുതെ കഴിച്ച് നോക്ക്, എല്ലാ സാധനവും നിങ്ങൾ ട്രൈ ചെയ്യും, ഇവിടുത്തെ എല്ലാ സാധനവും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവർ. ഇതൊരു ഭയങ്കര ആതിഥ്യമര്യാദ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അതുകൊണ്ട് പിക്കിൾഡായിട്ടുള്ള ഒലീവൊക്കെ കിടക്കുന്ന നോക്ക്, ഒരുപാട് സാധനങ്ങൾ, എല്ലാം ഓർഗാനിക്കാണ്, എല്ലാം ഇവിടെ ഉണ്ടായതാണ്. 0.3 ഓർഗാനിക് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. ഇതൊക്കെ പിക്കിൾഡ് ഒലീവ്സ്, അതുപോലെ കുറേ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒലീവ്സാണ്. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു. ഇങ്ങനെ എല്ലാ ഒലീവും ജാം അതുപോലെ പിക്കിൾസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒലീവിൻ്റെ സ്മെല്ലുണ്ട്, നല്ല അടിപൊളി ഒലീവ് കേട്ടോ. ഗ്രീൻ ഒലീവിൻ്റെ സ്മെല്ലാണ്. ഗ്രീൻ ഒലീവ് എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്യൂർ. ഓക്കെ, ഇതൊക്കെ ദീസ് ആർ ദ സർട്ടിഫിക്കറ്റ്സ് ദേ ഗോട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ഇതൊക്കെ അവർ കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് ആണ് ബയോ ഒലീവിൻ്റെ. അതായത് എന്താ പറയുക, പ്യൂർ ഒലീവ് ഓയിൽ ടേസ്റ്റ് ചെയ്യണം, ഇങ്ങോട്ട് വരണം.
Okay. This is green and black, Okay. and this is green. This is what? This is? Green. Oliva pasta from black olives. Okay. Put of the bread. Now keep your Okay. ബ്രെഡ് വെക്കുന്നു. ഓക്കെ. പുട്ട് അതിന്റെ പുറത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബ്രെഡ് തരും. ബ്രെഡിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ ഇത് വെച്ച് ടേസ്റ്റ് ചെയ്യാം. ഇത് ഓരോ ഒലീവിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒലീവ് ഓയിലും ഒലീവും കൂടെ ബ്ലാക്ക് ഒലീവ് കൂടെ മിക്സ് ചെയ്താണ്. അടിപൊളി കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒലീവ് പയ്യ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇത് കൊള്ളാം, സൂപ്പർ. ഇത് This is spicy olives you like, I know. This is spicy pasta you like, sure. ഓക്കെ ലൈക്ക് Olives? അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞ സമയത്ത് സ്പൈസി എടുത്ത് തന്നെ. ഇത് സ്പൈസി ഒലീവ് പാസ്ത എന്ന് അവർ പറയുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്ത സാധനമാണ്. ഇതല്ലേ ജാമാണ്, ജാം. Everything spicy. യെസ്. യു ഹാവ് ബീൻ ടു ഇന്ത്യ? No, I like to visit near country. Very far. ഭയങ്കര ഓളമുള്ള ടീമാണ് കേട്ടോ. I visit many countries, but it's enough now. ഇവരോട് ഇത് സ്പൈസി അല്ല എന്നെങ്ങനെ പറയും? Yes, സ്പൈസി ആണെന്നല്ലേ പറയാൻ പറ്റൂ. നമ്മളെ സ്പൈസി ലെവൽ ഇതൊന്നും അല്ല. ഇതൊന്നും ഇതിക്കും മേലെയാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇത് ഞാനിപ്പോൾ വയറ് കണ്ടു കൂട്ടാ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. യാ വി ആർ കമ്മിങ് ഫ്രം ദുബായ്. ഞാൻ എന്നാ ഇത് ട്രൈ ചെയ്യാം. അതിൽ കുരു ഉണ്ടാവും കേട്ടോ, നോക്കിയിട്ട് എടുക്കണം. എക്സൈറ്റഡ്. എനിക്ക് ബേസിക്കലി ഒലിവ് ഇഷ്ടമായതുകൊണ്ട് പ്രശ്നമില്ല. അതെ. ഇതൊക്കെ നാച്ചുറൽ ഒലീവ് ഓയിൽ. ഇത് പ്യൂർ ഒലീവ് ഓയിലാണ്. ക്യാരബ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇവിടുത്തെ. ക്യാരബ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവിടുത്തെ സൈപ്രസ് സ്പെഷ്യൽ സാധനമാണ്. ഇതുകൊണ്ട് നല്ല ചോക്ലേറ്റ് പോലെ ഒരു സിറപ്പൊക്കെ ഉണ്ടാക്കും. ഇതാ ക്യാരബ് സിറപ്പ് ഉണ്ടാക്കും. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അത് മധുരമുള്ള സാധനമാണ് കേട്ടോ. ഒരു വെറൈറ്റി സാധനമാണ്. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ ടേസ്റ്റോ ഉള്ള സാധനം കഴിച്ചിട്ടില്ല. നല്ലൊരു വെറൈറ്റി. നല്ല മധുരമുണ്ട്. ഞാൻ വെച്ചാൽ കയ്പ്പായിരിക്കുന്നു, പക്ഷേ മധുരമുണ്ട്. കൊള്ളാം. nice to meet you. Thank you. Thank you very much. ദ ഒലീവിയ ടെറ ബയോ ഒലീവ് ഫാം ഒരു ടെററായിരുന്നു കേട്ടോ. ബൈ ബൈ. അപ്പോൾ ഇതൊരു ടെറർ പ്ലേസ് അല്ലേ. പുള്ളിക്കാർ അവരൊരു രക്ഷയില്ലട്ടോ. അവരെ മകനാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആദ്യം നമുക്ക് പിന്നെ ഇത് പറഞ്ഞു തന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പുള്ളി അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫാമിലി. സൈപ്രസ് ഇസ് ലൈക്ക് എല്ലാവരും ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഈ ഹോസ്പിറ്റാലിറ്റി കൊണ്ട് ഒരു എന്താ പറയാ, എന്താണ് നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അവരെ ഹോസ്പിറ്റാലിറ്റി കണ്ടിട്ട്. അതെ, നമ്മളിപ്പോ അസർബൈജാൻ പോയി, ജോർജിയ പോയി, പക്ഷെ ആ ഒരു രണ്ട് രാജ്യത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഹോസ്പിറ്റാലിറ്റി ഇല്ലാന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ്, ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആണ്. ലെഫ്കാര വില്ലേജിൽ നിന്ന് തിരിച്ചു പോവാണ് ലിമാസോളോട്. അപ്പോൾ ഇവിടെ വ്യൂ പോയിന്റ് എന്ന് കൊണ്ട് എഴുതിയിട്ട് പാർക്കിംഗ് ഹിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ലേസും സിൽവറും അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. എന്തായാലും നമ്മൾ ഇങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ എന്തൊക്കെ ഒരു വ്യൂ പോയിന്റ് പോലൊരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ലെഫ്കാര വില്ലേജൊക്കെ നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. ഒന്ന് പോയി നോക്കാം അങ്ങോട്ട്. കാറ്റോ ലെഫ്കാരയും പാനോ ലെഫ്കാരയും ഇവിടെ നിന്ന് കാണാൻ പറ്റും. പാനോ ലെഫ്കാര എന്ന് വെച്ചാൽ അപ്പർ ലെഫ്കാര, ഇത് ലോവർ ലെഫ്കാര. ഇതാണ് സ്ഥലം, കാണുന്നില്ലേ? ഇതുവഴിയാണ് നമ്മളിങ്ങനെ പോയത്. നല്ല പ്ലേസ് അല്ലേ, കിട്ടു പ്ലേസാണ്. നല്ല നേച്ചർ ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി. വാവ്, രക്ഷയില്ല കേട്ടോ. ലെഫ്കാരയിൽ നിന്ന് വിട പറയുകയാണ് നമ്മളിതാ. നമ്മൾ ആ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റ് എടുത്ത് നമ്മൾ നടന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ലിമാസോളോട്ട് പോവാണ്. നമ്മൾ ന്യൂ ഇയർ ഈവിന് വേണ്ടിയിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ന്യൂ ഇയർ ലിമാസോൾ മറീനയിലോട്ട് പോകുന്നതാണ്. അപ്പം എന്തായാലും ലിമാസോൾ എത്തിയിട്ട് കാണാം. ലിമാസോൾ മറീനയുടെ സൈഡിലുള്ള ലിമാസോൾ കോർണിഷ്, അതാണ് കോർണിഷ്. കോർണിഷിന് നല്ല പൈപ്പ് ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നടക്കാൻ വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കുള്ള നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തോട്ട് എത്തി. നമ്മൾ മെട്രോപോൾ ഹോട്ടലാണ്. മെട്രോപോൾ ഹോട്ടലിൽ കിട്ടുന്ന റൈറ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലിൽ നമ്മൾ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മെട്രോപോൾ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുണ്ട് കേട്ടോ. മെട്രോപോൾ ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. ലിമാസോളിൽ മറീൻ്റെ തൊട്ടടുത്താണ്. ഈ ചെറിയൊരു സംഭവമാണ്, ഈ ഗലിയിലാണ് സംഭവം. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നമ്മളിതാ ഉരുട്ടി അങ്ങോട്ട് പോവാണ്. ഇവിടെ ഫുള്ള് പാർട്ടി വൈബാണല്ലേ. ഇതാണ് മെട്രോപോൾ ഹോട്ടൽ. ഒരു പഴയ ഹോട്ടലാണ് ആക്ച്വലി, കുറച്ച് പഴയതാണ്, പഴയ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഈ ഒരു റേറ്റിന് ഇതന്നെ കിട്ടുള്ളൂ. ഇത് തൊട്ട് ആ മറീനിൻ്റെ തൊട്ടടുത്താണ് ആക്ച്വലി. നമ്മളെ കോർണിഷ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്താണ്. ഇങ്ങനെയാണ് കയറേണ്ടത്. ഒരു പഴയ റിസപ്ഷനും ഇതൊക്കെയാണ്. ഇതാ
പഴയ ക്ലോക്ക് അങ്ങനെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഒരു റേഡിയോ സിസ്റ്റം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു ഇസ്തിരിപ്പെട്ടി, പണ്ടത്തെ ഇസ്തിരിപ്പെട്ടി, പണ്ടത്തെ ക്യാഷ് കൗണ്ടർ, ക്യാഷ് രജിസ്റ്റർ അങ്ങനെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു ഓൾഡ്നെസ് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ റൂമുകളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഈ റേറ്റിന് ഇത് മാത്രമേ ഇവിടെ കിട്ടാനുള്ളൂ. എന്നാലും ലിഫ്റ്റില്ല, ഇങ്ങനെ കയറി പോകണം. ഇവിടെ പണ്ടത്തെ സാധനങ്ങൾ ഒരു മ്യൂസിയം പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഒരു മ്യൂസിയം പോലെ ഉണ്ട്. ഇവിടെ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. ഇതൊരു റൂമാണ്, 10ാം നമ്പർ റൂം. ഇങ്ങനെയാണ് റൂം വരുന്നത്. ഇവിടെ ഓപ്ഷൻസ് എന്താണ്, മെനു ഒക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ റൂം ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്നിട്ട് പഴയ കൊളോസൊക്കെ കാണുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡൊക്കെ. എന്നാലും 2ാം നമ്പർ റൂമാണ്. ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ റൂം. ഒരു ദിവസത്തേക്ക് തൽക്കാലം ഇതൊക്കെ മതി അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും കിടക്കാന്ന് വിചാരിച്ചല്ലേ. ഇവിടെ ട്വിൻ ബെഡ് മാത്രമേ ഉള്ളൂ. ഇല്ല, വാർഡ്രോബ് ഉണ്ട്, ബാക്കി സാധനങ്ങളൊന്നുമില്ല. ഇവിടെ എക്സ്ട്രാ ഒരു ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അടുപ്പിച്ചിട്ടിട്ട് കിടക്കാം. അതിനോട് ചെറിയൊരു TV, കണ്ണാടി വെച്ചിട്ടുണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഒക്കെ പഴയ സാധനങ്ങളാണ് കേട്ടോ. ബാത്റൂം നീറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബാത്ത് ടബാണല്ലോ. ബാത്റൂം അമ്യൂണിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്. ബാത്ത് ടബാണ്, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, ചൂടുവെള്ളമൊക്കെ കിട്ടും. ചൂടുവെള്ളത്തിന് ഓണാക്കിയിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ AC ഹീറ്ററും ഒക്കെ ഉണ്ട്, അതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓണാക്കിയിട്ട്. ഭയങ്കര തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് അങ്ങനെ ചൂട് വരില്ലെന്ന് പറഞ്ഞു. നമ്മളെ മെട്രോപോൾ ഹോട്ടലിൽ നിന്നുള്ള ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഈ സ്ട്രീറ്റിൽ തന്നെ നമ്മൾ പെശന്ന് നിൽക്കുമ്പോൾ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. അവിടെ കയറിയപ്പോൾ മസാല ദോശയ്ക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പം പറഞ്ഞു ഒരു പ്രശ്നമില്ല, 20 മിനിറ്റ് വേണം വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. നമ്മളങ്ങനെ ഒരു ഒണിയൻ ബാജി ചാട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതാ ഇവിടെ വെജിറ്റേറിയൻ സ്നാക്സ്, സൗത്ത് ഇന്ത്യൻ മെനു, ചാട്ടും ഇന്ത്യൻ ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചോമേൻ അതേതോ. ഇവിടെ നമ്മൾ ഒണിയൻ ബജി ചാട്ട് 5 യൂറോ ആണ്. നമ്മൾ മസാല ദോശയും പറഞ്ഞിട്ട് മസാല ദോശ 8 യൂറോ ആണ്. അത് 20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നേപ്പാളി ചിക്കൻ മോമോസും മട്ടൻ കറി, ചിക്കൻ കറി, ദാൽ തടുക്ക എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾ കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ഇതാണ് ഒണിയൻ ബാജി ചാട്ട്. വേറെ ഒന്നും കിട്ടാത്ത സാധനമാണ് ഒണിയൻ ബാജി ചാട്ട്. പല ടൈപ്പ് സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒണിയൻ ബാജി ചാട്ട് നമ്മുടെ സാധനം ആദ്യമായിട്ടാണ്. ഒണിയൻ ബാജി കൊണ്ട് ചാട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ല. സൈപ്രസ് സ്പെഷ്യൽ ഇന്ത്യൻ ഫുഡ്. അപ്പോൾ മസാല ദോശയും വന്നിട്ടുണ്ട്. ഓ, ഒരാളെ സന്തോഷം നോക്ക്. ദോശ കണ്ടപ്പോൾ ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്, ദോശയുണ്ട്, മസാലയുണ്ട്. പോരെ, സന്തോഷമായ എങ്ങനെയുണ്ട്? 4 ദിവസം കഴിയുമ്പോഴേക്കും ഇന്ത്യൻ ഫുഡ് കഴിക്കാണ്ട് പറ്റുന്നില്ല വെച്ചാൽ. വെറും 4 ദിവസം, അതാണ് അവസ്ഥ. നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് സൈപ്രസ് മെസ്സയും എന്താണ് മൊസാക്കിയും ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മസാല ദോശ കിട്ടിയെന്ന് പറഞ്ഞത്. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. ഇവിടെ കംപ്ലീറ്റ് ഉള്ള സംഭവം സൂപ്പർ മാർക്കറ്റൊക്കെ, ബംഗാളി സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്, നേപ്പാളി, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. ഇവിടെ കംപ്ലീറ്റ് ഉള്ളതും നമ്മളെ ദേശി ലോകമാണ് അല്ലേ. ബംഗാളി, നേപ്പാളി, ഇന്ത്യൻ എല്ലാവരും ഉണ്ട്. അത് ഒറിജിനൽ അല്ല, വെറുതെ വെച്ചാണ്. ഇതിവിടെ ഒന്നുണ്ട്, കണ്ടില്ല. 9 രാത്രി 9 വരെയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോയി ലിമാസോൾ മറീന സൈഡിലോട്ടൊക്കെ നടക്കണം. അവിടെ അത് ആക്ച്വലി കടലിൻ്റെ സൈഡാണ്. നമ്മൾ ലിമാസോൾ നൈറ്റ് ലൈഫ് കാണിച്ചു തരാം അല്ലേ. ഇതല്ല നൈറ്റ് ലൈഫ്, വേറെ നൈറ്റ് ലൈഫ് ഉണ്ട്. ഇത് നൈറ്റ് ലൈഫിൻ്റെ ഒരു പാർട്ട്. പക്ഷേ സൈപ്രസിൽ ഇത്രയും രാത്രിയിൽ ഇത്രയും ആളുകൾ നമ്മൾ ഇവിടെ അല്ലേ കണ്ടോളൂ. ലിമാസോളിൽ തന്നെ ആൾക്കാരുള്ളൂ, ഇത്രയും ആൾക്കാരല്ലേ. ഇതെന്ത് പൂളോ, ഫ്ലോട്ടിംഗ് ബോൾ പോലെ കിടക്കുന്നല്ലേ. മറ്റേ നമ്മളെ ക്രിസ്മസ് ബെൽസ്. അത് അങ്ങോട്ട് കയറി നടക്കുന്നത് കടലിൻ്റെ മുകളിലോട്ടുള്ള പാലാണ് കേട്ടോ. അങ്ങോട്ടുണ്ട് പാലം. തിരമാല അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് നടക്കാൻ പറ്റും കേട്ടോ. നോക്ക്, അങ്ങ് അവിടെയൊക്കെ കാണുന്നത് എന്താണ്? അത് കപ്പലോ? കപ്പലാണോ അല്ലേ? ഇങ്ങനെ ഇതിൽ തിരമാല ഇതിൻ്റെ മുകളിലോട്ട് അടിച്ച് കയറുന്നുണ്ട് ചെറുതായിട്ട്. ഇത് കൊള്ളാലല്ലേ. ഇങ്ങനെ നടക്കാനുള്ള വഴിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കടലും കണ്ടുകൊണ്ട് നടക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഏരിയ ഫുള്ളായിട്ട് പുറത്തുള്ള ആൾക്കാരുടെ അവിടെ പേർഷ്യനിലോ അല്ലെങ്കിൽ അറബിക്കോ അല്ല ഉറുദുലായിട്ടോ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലിമാസോൾ മറീനേൻ്റെ സൈഡിൽ കൂടെ ഈ സ്ട്രീറ്റ് കൂടെ നമ്മളിങ്ങനെ നടക്കാറുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇന്ത്യൻ, പാകിസ്ഥാനി, നേപ്പാളി അങ്ങനത്തെ സംഭവമാണ്. അതുപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ എന്താ ഗ്യാസ് കുറ്റി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഗ്യാസ് കുറ്റി വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതുപോലെ ഇത് ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ഇന്ത്യൻ കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ, നേപ്പാളി, പാകിസ്ഥാനി, ശ്രീലങ്കൻ അങ്ങനെ സംഭവം തന്നെ. ന്യൂ ഇയേഴ്സ് ഈവ് ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലിമാസോളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിമാസോൾ മറീനിലേക്ക് നടക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ ഇവിടെ എപ്പോഴും, പുറത്തേക്ക് നടക്കുന്നുണ്ട്. ക്രോസ് ചെയ്ത് പോവാം.
നമ്മൾ നടന്ന് ലിമാസോൾ മറീനേൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലബ്ബുകൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങോട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു 8 ഡിഗ്രി ആണല്ലോ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഫീൽസ് ലൈക്ക് 5. ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ന്യൂ ഇയേഴ്സ് ഈവ് സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. ഓൾഡ് പോർട്ട് ഇങ്ങനെയാണല്ലേ? ആഹാ, ഇത് ഫുൾ എന്തൊക്കെയോ ഉള്ള കുറേ റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തൊക്കെ ഉള്ള സ്ഥലമാണ്. സ്കേറ്റിംഗ് സ്ഥലമാണ് അങ്ങനെ തോന്നുന്നു അല്ലേ? ഇത് കളിക്കേണ്ട സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാർട്ടി പോലെയൊക്കെ കാണുന്നുണ്ട്. അവിടത്തേക്ക് പോയി നോക്കാം. കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? പാട്ടൊക്കെ വെച്ച് പൊളിയാണ്. അവിടെ ഒരു ക്രിസ്മസ് ഇത് മറ്റേ ബൾബ് കൊണ്ടുണ്ടാക്കിയ കുപ്പി കൊണ്ടുണ്ടാക്കിയ ഇത് പറഞ്ഞില്ലേ? അത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. അത് ഈ വൈൻ ബോട്ടിലല്ലേ, വൈൻ ബോട്ടിൽ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയാ. നമ്മൾ ആ ഒരു പാർട്ടി സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്ന് മറീനയിലേക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് നോക്കുകയാണ് എന്താണ് ഇവിടെ അവസ്ഥ എന്നറിയാൻ. എന്നിട്ട് 12 മണിയാകുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകാം അല്ലേ? അതെ, 12 മണിക്ക് മുന്നേ അങ്ങോട്ട് പോകണം. അവിടെയാണ് പാർട്ടി. നമ്മൾ നടന്ന ലിമാസോൾ മറീന എന്ന് എഴുതിയ സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ലിമാസോൾ മറീനുള്ള. ഇവിടെ ഒരു പാരഡോക്സ് മ്യൂസിയം ഉണ്ട്. ഇത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടിരുന്നു. നമ്മൾ ലിമാസോൾ കാസിൽ വന്ന സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടിരുന്നു. പാരഡോക്സ് മ്യൂസിയം എന്തോ ഒരു 50+ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ഒക്കെ ഉള്ളൊരു മ്യൂസിയമാണ്. നാളെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നാളെ ആക്ച്വലി ഇവിടെ എല്ലാം അടവാണ്. 1-ാം തീയതി ഇവിടെ എല്ലാവർക്കും ലീവാണ്. ആകെ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു എൻഡിലോട്ട് എത്തി. നമ്മൾ പോർട്ടിൻ്റെ ഒരു എൻഡിലോട്ട് എത്തി. Good evening, Limassol. Good evening, multicultural Limassol. Welcome you here to this square, Michalis Kagoyan, which I hope to have a fantastic night. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഫസ്റ്റ് യൂറോപ്യൻ കൺട്രിയിലെ ന്യൂ ഇയർ ആയിരുന്നു. അടിച്ചു പൊളിച്ച് നമ്മൾ അടിപൊളിയായിരുന്നു. അവിടെ നിങ്ങൾ തിരിച്ചു പോവാണ്. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാളെ ഇനി ഫുഡും എക്സ്പ്ലോറേഷൻ ഉണ്ട് ബാക്കി. സോ ആ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. സോ ബൈ ബൈ.